ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂ പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ, ഒരു ആപ്പ് റിവ്യൂ ആണ്. ഞാനിപ്പോൾ സാധാരണ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കൂടുതലും ഓൺലൈനായിട്ടാണ്. ഇത് ബെയർ അനാട്ടമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ വാങ്ങി ഉപയോഗിക്കാമെന്ന് കരുതി. ഇന്നോവസ്റ്റിൻ്റെ ബ്രാൻഡാണ് ബെയർ അനാട്ടമി. അവരുടെ സൈറ്റിൽ കയറി വില നോക്കിയപ്പോൾ 545 രൂപ. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ വെറും 139 രൂപയ്ക്ക് മീഷോയിൽ സാധനം അവൈലബിൾ ആണ് എന്നറിഞ്ഞു. എന്നാൽ പിന്നെ അത് തന്നെ വാങ്ങാമെന്ന് കരുതി മീഷോ കയറി സാധനം അങ്ങോട്ട് ഓർഡർ ചെയ്തു. ബെയർ ഫ്ലേക്ക് റിഡക്ഷൻ ടെക്നോളജിയിൽ സാലിസിലിക് ആസിഡും ബയോട്ടിനും അടങ്ങിയിട്ടുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. എത്ര വലിയ താരനാണെങ്കിലും വെറും 3 യൂസിൽ താരൻ പോകുമെന്നായിരുന്നു റിവ്യൂ. പ്രൊഡക്റ്റൊക്കെ കയ്യിൽ കിട്ടി അൺബോക്സ് ചെയ്തപ്പോൾ എന്തോ ഒരു പന്തികേട്. സാധാരണ ഷാമ്പുവിൻ്റെ പേരൊക്കെ നേരെയാണ് ഇരിക്കുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ബോട്ടിലിൻ്റെ പേര് തല തിരിഞ്ഞുപോയി. അതെന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും എന്നോർത്ത് സമാധാനിച്ചപ്പോഴാണ് അടുത്ത മിസ്റ്റേക്ക്. ബെയർ ഫ്ലേക്ക് റിഡക്ഷൻ എന്നുള്ളത് AEBLX ഫ്ലേക്ക് റിഡക്ഷൻ എന്നായി. ഗൂഗിളിൽ അതെന്താണെന്നറിയാനായിട്ട് കുറേ സെർച്ച് ചെയ്തെങ്കിലും അങ്ങനെ ഒരു ടെക്നോളജിയെക്കുറിച്ച് ഗൂഗിളിന് പോലും ഒരറിവുമില്ല. എന്നാൽ പിന്നെ ബെയർ അനാട്ടമിയുടെ ഓണറായിട്ടുള്ള ഇന്നോവസ്റ്റിനോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് കരുതി അവരുടെ മെയിൽ കണ്ടുപിടിച്ച് അവർക്ക് മെയിൽ അയച്ചു. 24 മണിക്കൂറിനുള്ളിൽ അവരുടെ റിപ്ലൈയും കിട്ടി. അതിൽ മെയിനായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. Upon further investigation, we have determined that the product in question does not belong to our inventory. To address this matter appropriately, we kindly request you to raise a complaint directly on Meesho. ചുരുക്കി പറഞ്ഞാൽ മീഷോ നമ്മളെ അങ്ങ് തേച്ച്. മീഷോ അല്ല, മീഷോയിലെ സെല്ലറായിട്ടുള്ള രാധ ക്രിയേറ്റീവ്. അവർ സെല്ല് ചെയ്ത പ്രൊഡക്റ്റായിരുന്നു ഞാൻ വാങ്ങിയത്. ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പക്ക ഫേക്കായിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു അവരെനിക്ക് വിറ്റത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് 7 days റിട്ടേൺ കാണിച്ചതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്തു. സാധനം വന്ന് കൊണ്ടുപോയി അന്ന് തന്നെ പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ റിട്ടേൺ ഉള്ള പ്രൊഡക്റ്റൊക്കെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ കിട്ടിയതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമുക്ക് തിരിച്ച് കൊടുക്കാമല്ലോ. പിന്നെ മാക്സിമം പ്രൊഡക്ട്സ് അവരുടെ ഒറിജിനൽ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയതുപോലെ ഫേക്ക് പ്രൊഡക്ട്സ് നിങ്ങൾക്കും കിട്ടാതിരിക്കും. അതിന് ശേഷം ഞാൻ ബെയർ അനാട്ടമിയുടെ ഒറിജിനൽ ഷാമ്പു തന്നെ വാങ്ങിയിട്ടോ. അതെനിക്കിതുപോലെ ഒരു കവറിലൊക്കെ ഇട്ടിട്ടൊക്കെ തന്നത്. പക്ഷേ മീഷോന്ന് വാങ്ങിയ ഷാമ്പു മീഷോയുടെ കവറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, വേറെയും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഇതിൽ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് കാണിച്ചിരിക്കുന്നത് 545 രൂപ തന്നെയാണ്. പക്ഷേ മറ്റേതിൽ 745 രൂപയായിരുന്നു ഒറിജിനൽ പ്രൈസ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്പയറി 36 months ഫ്രം മാനുഫാക്ചറിങ് ഡേറ്റ് ആണെങ്കിൽ മീഷോയിലെ പ്രൊഡക്റ്റിന് 24 months ഫ്രം മാനുഫാക്ചറിങ് ഡേറ്റ് ആയിരുന്നു എക്സ്പയറി. ഇതുപോലെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പറ്റിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.